വിശദമായ വാർത്തകളിലേക്ക്. കേരളം ലഹരി മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. കണ്ടുകൊണ്ടിരിക്കുന്നത് പുകഞ്ഞില്ലാതാകുന്ന യുവത്തെയാണെന്നും പ്രതിപക്ഷം വിമർശിച്ചു. മറുപടിയായി ലഹരി കേസുകളിൽ കൈക്കൊണ്ട നടപടികൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. വിദ്യാർത്ഥികളിലെ മത്സരബുദ്ധിയും ഡിജിറ്റൽ അഡിക്ഷനും അക്രമങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമാകുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ലഹരി ഉപയോഗം വർദ്ധിച്ചതാണ് കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും പെരുകാൻ കാരണമെന്ന് പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് അടുത്ത തലമുറയാണ്. സാർ, ഈ എവർ ലഹരിയുടെ അടിമകളായി മാറുന്നു, ഇരകളായി മാറുന്നു. രാസലഹരിയിൽ മൂല്യബോധം നഷ്ടപ്പെടുന്ന ഇവർക്ക് ഏത് ക്രൂരതയ്ക്കും മടിയില്ല എന്ന നിലയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത്. സാർ, നമ്മൾ എവിടെയാണ് സാർ ജീവിക്കുന്നത്? കേരളം ഒരു കൊളംബിയയായി മാറുകയാണോ? ഒരു കാലത്ത് പഞ്ചാബിനെ പറ്റിയായിരുന്നു ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സാർ, ഇന്ന് കേരളം ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹം ഒന്നാകെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ്. കേരളത്തിൽ ലഹരി മരുന്ന് വ്യാപനം ഉയരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. കേരളത്തിൽ ലഹരി മരുന്ന് വ്യാപനം കൂടുകയാണ്, വർദ്ധിക്കുകയാണ്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും 15 മിനിറ്റിനകം കേരളത്തിലെ ഏത് സ്പോട്ടിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഡ്രഗ്സും കിട്ടും. ലഹരി കേസുകളിൽ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ മയക്കുമരുന്ന് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത് അതിന് നമ്മുടെ സംസ്ഥാനം വിട്ട് രാജ്യബന്ധം, അന്താരാഷ്ട്ര ബന്ധം ഒക്കെയാണല്ലോ ഇതിനുണ്ടാകുന്നത്. അതിൻ്റെ യഥാർത്ഥ സോഴ്സിലേക്ക് എത്തിച്ചേരാൻ ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മയക്കുമരുന്ന് കേസുകളിലെ ശിക്ഷാ നിരക്ക്, കൺവിക്ഷൻ റേറ്റ് 98.19% ദേശീയ ശരാശരി 78.1. ഒപ്പമുള്ളവനെ തോൽപ്പിച്ചേ മതിയാകുമെന്ന ചിന്താഗതിയിലാണ് പുതുതലമുറയുടെ വളർച്ചയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പമുള്ളവർ ശത്രുക്കളാണെന്ന മനോഭാവമാണ് വളർത്തുന്നത്. ഡിജിറ്റൽ അഡിക്ഷനിലൂടെ ഓരോരുത്തരും അവരവരുടെ സ്വകാര്യ ലോകങ്ങളിൽ ഒതുങ്ങുകയാണെന്നും പറഞ്ഞു. അപ്പോ കുട്ടികളുടെ മാനസികാവസ്ഥ ഈ തരത്തിലാകുന്നതിന് പല കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. അതിലൊന്ന് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ വന്ന മാറ്റങ്ങൾ, രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റങ്ങൾ, പിന്നെ ധൂർത്ത്, അത്തരം ജീവിത രീതികളോടുള്ള ആസക്തി, സന്തോഷം എവിടെയുണ്ടോ അതൊക്കെ സ്വന്തമാക്കണം എന്ന ചിന്ത കുട്ടിക്ക്. ഇതെല്ലാം പല കാരണങ്ങളാണ്. നമ്മുടെ ഈ ഇല്ലായ്മയുടെ ഭാഗമായിട്ടൊക്കെ വളർന്നു വരുന്ന ഒരു ശീലം പണ്ടുണ്ടായിരുന്നല്ലോ, അതങ്ങ് പോയല്ലോ. എല്ലാം പിടിച്ചടക്കണം, എല്ലാം കിട്ടണം, എല്ലാം തൻ്റെതാകണം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണല്ലോ. ലഹരിക്കും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കുമെതിരെ ഒറ്റക്കെട്ടായ ചെറുത്തുനിൽപ്പിന് ആഹ്വാനം ചെയ്താണ് 2 മണിക്കൂർ നീണ്ട ചർച്ച അവസാനിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.